വൈകുന്നേരത്തെ ചായക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടി നോക്കിയാലോ നമുക്ക്. ഇത് ബ്രെഡ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസിയാണ്, വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും. ചായയൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ അതിനായിട്ട് 3-4 ബ്രെഡ് എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സി ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച ബ്രെഡ് ക്രംസ് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കാം. ഇനി ആ ജാറിൽ തന്നെ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു ഉള്ളിയാണ്, വലിയ ഉള്ളി കേട്ടോ. ചെറിയ ഒരു ഉള്ളിയാണെങ്കിൽ 1 ഫുള്ളായിട്ട് എടുക്കാം. വലിയ ഉള്ളിയാണെങ്കിൽ നമുക്കൊരു അരക്കഷ്ണം മതിയാകും. അപ്പം അതും ഒരു 4 ആക്കി മുറിച്ചിട്ട് നമുക്ക് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മല്ലിച്ചപ്പാണ്. അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയാട്ടോ. കറിവേപ്പിൻ്റെ ഇലയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒരു മുളക്, പച്ചമുളക് 1-2 നമ്മളുടെ എരിവിനനുസരിച്ച്. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 മുളകൊക്കെ ഇടാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ 1 മുളക് ഇടുന്നുള്ളൂ. കുട്ടികളൊക്കെ കഴിക്കാനുള്ളതിനെ കൊണ്ട് നമുക്ക് 2 മുളക് വേണമെങ്കിലും ഇടാം. പിന്നെ ഒരു വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. വെളുത്തുള്ളി കൂടുതൽ ഇടണ്ട, കാരണം അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. പിന്നെ വേണ്ടത് കുറച്ച് പാലാണ്. പാലില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി പരിപാടികളൊക്കെ ഈസിയാണ്, വേഗം തീരുന്ന പരിപാടികളാണ്. അപ്പോൾ ഇനി ഒരു 4-5 ബ്രെഡ് എടുത്തിട്ട് അത് 4 പീസായിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെയും കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ സ്ക്വയറായിട്ട് അങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ. ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡൊക്കെ നമുക്ക് ഈ മുട്ടേൻ്റെ മിക്സിയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പീസുകളും കോട്ട് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെല്ലാ ബ്രെഡ് പീസുകളും അങ്ങനെ കോട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടാക്കിയെടുക്കാം. കുറേ എണ്ണ ഒഴിക്കേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. കുറേ എണ്ണ ആകുമ്പോഴേ ഈ ബ്രെഡ് ക്രംസ് ഉള്ളതുകൊണ്ട് പൊടി അതിലേക്കായിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആ എണ്ണ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ നമുക്ക് എല്ലാ ബ്രെഡ് പീസുകളും പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ബ്രെഡ് പീസുകളും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈസി ടേസ്റ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.